നമസ്കാരം. നാക്കിനിലില്ലാത്ത, നിയമത്തിന് ഒരു ഭയവുമില്ലാത്ത ചെകുത്താൻ എന്ന വ്യാജ യൂട്യൂബർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾക്ക് ഒടുവിൽ വിലങ്ങു വീണിരിക്കുകയാണ്. വയനാട്ടിൽ ആർമി യൂണിഫോമിലെത്തിയ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് വളരെ മോശം പരാമർശം നടത്തിയ ചെകുത്താനെ അകത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ പരാതിയിലാണ് ഇപ്പോൾ തിരുവല്ല പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസെടുത്ത ശേഷം ഒളിവിൽ പോയ ഇയാളെ പോലീസ് പിടിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ തരം താഴ്ന്ന രീതിയിൽ കലാകാരന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും പ്രമുഖരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെയും അടക്കം വ്യാജ വീഡിയോ ചെയ്തും വ്യക്തിഹത്യ ചെയ്തും രൂക്ഷമായ വളരെ മോശമായ ഭാഷയിൽ വീഡിയോ ചെയ്യുന്ന ചെകുത്താൻ എന്ന വ്യാജ യൂട്യൂബറെയാണ് ഇപ്പോൾ പോലീസ് കൂട്ടിട്ടിരിക്കുന്നത്. ചെകുത്താൻ എന്ന വ്യാജ പേരിലാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പേജ് തുടങ്ങിയിരിക്കുന്നത്. ആ പേജിലൂടെയാണ് പോസ്റ്റുകൾ ഇടുന്നത്. പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നിരവധി പേർ കേസ് നൽകി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒളിവിൽ പോയി സ്വന്തം തടി രക്ഷിക്കുകയാണ് പതിവ്. പക്ഷെ ഇത്തവണ പോലീസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയായിരുന്നു. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് എതിരെയാണ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അജു അലക്സ് മോശം രീതിയിൽ പരാമർശം നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്തത് വാർത്തയായതിനു പിന്നാലെ ഇയാൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നു. മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശം. മാത്രമല്ല, ഇന്ത്യൻ ആർമിയെ പോലും മോശമായി പരാമർശം ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വന്നു. അദ്ദേഹം ദുരന്ത ഭൂമിയിൽ വന്നത് നടനായല്ല, മറിച്ച് ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലാണ്. സംഭവത്തിൽ മേജർ രവി അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിരവധി കേസുകളും ഉണ്ടായപ്പോഴെല്ലാം ഒളിവിലും വിദേശത്തേക്കുമൊക്കെ കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടെ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ ദുരന്തങ്ങളെ കുറിച്ചാണെന്നും അത് വരുത്തിവെക്കുന്ന അധികാരികളെ കുറിച്ചും അധികാര ദുർവിനിയോഗം നടത്തുന്ന മഹാനടനെ കുറിച്ചുമാണെന്നാണ് ഈ ചെകുത്താൻ യൂട്യൂബിൽ പറഞ്ഞത്. അല്ലാതെ ആരോ ഒരാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ അയാൾ എവിടെ പോയി എന്ന ചോദ്യങ്ങൾ വേണ്ട എന്നും ചെകുത്താൻ പറഞ്ഞു. ഇത്തരത്തിൽ വിശദീകരണവുമായി വീഡിയോ ചെയ്തതിനു ശേഷം ഒളിവിലായിരിക്കെ വ്യാഴാഴ്ച രാത്രിയാണ് അജു വീണ്ടും വീഡിയോ ചെയ്തത്. മോഹൻലാൽ മാസ് ബിജിഎമ്മോട് കൂടി പട്ടാള വേഷമിട്ട് ദുരന്തമുഖത്ത് നടക്കുമ്പോൾ കൈയടിക്കുന്ന വിവരമില്ലാത്തവരാണ് ജനങ്ങളെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇറങ്ങി മണിക്കൂറുകൾക്കകം പോലീസ് അജുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിദ്വേഷ പ്രചരണമാണ് അജു അലക്സ് നടത്തിയതെന്ന് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയായ 192, 296B, KP ആക്ട് 2011, 120(0) വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ സിനിമാ നിരൂപണത്തിന്റെ മറവിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെയും പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു. നടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു. ബാലയുടെ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഗൗരവമായി എടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സന്തോഷ് വർക്കിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് എഴുതി ഒപ്പുവെച്ചിട്ടാണ് വിട്ടയച്ചത്. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് ഇയാൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നിരൂപണത്തിന്റെ മറവിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ അമ്മ സംഘടനയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ചെകുത്താൻ എന്ന വ്യാജ യൂട്യൂബറെയും അകത്താക്കിയിരിക്കുന്നത്. ഏതായാലും മേജർ രവി അടക്കമുള്ളവർ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ചെകുത്താൻ ഇത്തരത്തിൽ നിരവധി പേർക്കെതിരെ വ്യാജ ആരോപണവും വിദ്വേഷങ്ങൾ ഉളവാക്കുന്നതുമായ കണ്ടന്റുകൾ ചെയ്യുന്നത് മൂലം ഒരുപാട് കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇയാൾ ഒളിവിൽ പോയ സാഹചര്യമാണുള്ളത്. ഏതായാലും ഇപ്പോൾ അമ്മ സംഘടന രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു. ചെകുത്താനെ പൂട്ടാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വിദ്വേഷങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ നടന്മാർക്കും നടിമാർക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളെ തളയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള സേനകൾ ഒരുങ്ങിയിരിക്കുന്നത്.